എല്ലാവർക്കും സൗമ്യാസ് ലേണിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ എടുത്തുകൊണ്ടിരുന്നത് +1 ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്തു പോകുന്നത്. അത് ചാപ്റ്റർ വൈസ് ആണ് ചെയ്യുന്നത്. അതിൽ 2-3 വീഡിയോ കഴിഞ്ഞായിരുന്നു. സെറ്റ്സ് എന്ന ചാപ്റ്റർ ആണ് ഫസ്റ്റ് തുടങ്ങിയത്. അതിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രം അത്രയും മാത്രം നോക്കിക്കൊണ്ട് പോയാൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോ ഒക്കെ പോയി കാണുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കും കൂടി അതിൽ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്യേണ്ടത്. അതായത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഇൻ യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഇന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. If x and y are two sets such that n of x equal to 17, n of y equal to 23 and n of x union y equal to 38, find n of x intersection y. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n of x intersection y ആണ്. അത് തന്നിരിക്കുന്നത് ആദ്യം എടുത്തെഴുതുക. ഗിവൺ ഡേറ്റ് എന്ന് പറഞ്ഞ് എടുത്തെഴുതുക. ഗിവൺ ഡേറ്റ് n of x equal to 17 തന്നിട്ടുണ്ട്. n of y equal to 23 ഉണ്ട്. n of x യൂണിയൻ y ഈക്വൽ ടു എന്തുണ്ട്? 38 ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n of x ഇന്റർസെക്ഷൻ y ആണ്. നമുക്ക് അറിയാവുന്ന ഫോർമുല ഏതാണ്? n of x യൂണിയൻ y ഈക്വൽ ടു എന്താണ് ഫോർമുല? n of x പ്ലസ് n of y മൈനസ് n of x ഇന്റർസെക്ഷൻ y. ഇതാണ് ഫോർമുല. അപ്പൊ ഇതിൽ നമുക്ക് ഉള്ളത് അതുപോലെ അപ്ലൈ ചെയ്യുക. n of x യൂണിയൻ y തന്നിട്ടുണ്ട് അല്ലെ. ഏതാണ് n of x യൂണിയൻ y എന്ന് പറയുന്നത്? 38 അല്ലെ. 38 തന്നിട്ടുണ്ട്. 38 ഈക്വൽ ടു n of x എത്ര തന്നിട്ടുണ്ട്? 17. അതുപോലെ എഴുതിയാൽ മതി. n of y ആണെങ്കിലോ പ്ലസ് 23. നമുക്ക് അറിയില്ലല്ലോ n of x ഇന്റർസെക്ഷൻ y. അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് n of x ഇന്റർസെക്ഷൻ y. അത് അതുപോലെ എഴുതിയാൽ മതി. n of x ഇന്റർസെക്ഷൻ y. ഇനി നമുക്ക് ഈ n of x ഇന്റർസെക്ഷൻ y നെ നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും? മൈനസ് പ്ലസ് ആവും. n of x ഇന്റർസെക്ഷൻ y ഈക്വൽ ടു 17 പ്ലസ് 23. 38 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? മൈനസ് 38 ആവും. ഇത് ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. മനസ്സിലായോ പ്രോബ്ലം ചെയ്തത്? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. In a group of 300 members, 200 can speak English and 150 can speak Malayalam. How many members can speak both languages? Indicate the answer using Venn diagram. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എത്ര പേര്? 300 മെമ്പേഴ്സ് ഉണ്ട്. അതിലെ 200 can speak English. അതിൽ 200 പേര് എന്ത് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അതിൽ 150 can speak മലയാളം. 150 എത്ര മലയാളമാണ് സംസാരിക്കുന്നത്. How many members can speak both language? എത്ര മെമ്പേഴ്സ് ആണ് രണ്ട് ലാംഗ്വേജും സംസാരിക്കുന്നത്? അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ദി ആൻസർ യൂസിങ് വെൻ ഡയഗ്രാം. ഇതിനെ എന്ത് വെൻ ഡയഗ്രാമിൽ സിമ്പലിൽ സൂചിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. 200 can speak English. നമുക്ക് ഇംഗ്ലീഷിനെ ഇ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന എത്ര പേരാണ്? n of e ഈക്വൽ ടു എത്ര എഴുതാം? 200. അടുത്ത n of m നമുക്ക് മലയാളത്തിന് m എന്ന് ഡിനോട്ട് ചെയ്യാം. m ഈക്വൽ ടു 150. എത്ര പേര്? ഗ്രൂപ്പ് ഓഫ് 300 മെമ്പേഴ്സ്. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? യൂണിയൻ ആണ് തന്നിട്ടുണ്ട് അല്ലെ. അതായത് n of ഈ ഇന്റർസെക്ഷൻ ഈ യൂണിയൻ m ഈക്വൽ ടു എത്രയാണ്? 300. ടോട്ടൽ എത്ര പേരുണ്ട്? 300 പീപ്പിൾ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഹൗ മെനി മെമ്പേഴ്സ് ക്യാൻ സ്പീക്ക് ബോത്ത് ലാംഗ്വേജ്. രണ്ട് ലാംഗ്വേജും സംസാരിക്കുന്നത് ഇംഗ്ലീഷും മലയാളവും രണ്ട് ലാംഗ്വേജും സംസാരിക്കുന്നത് എത്ര പേരെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് n of ഈ ഇന്റർസെക്ഷൻ m ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായ ക്വസ്റ്റ്യൻ എന്താണെന്ന്? അപ്പൊ നമുക്ക് അറിയാവുന്ന ഫോർമുല എന്താണ്? n of e യൂണിയൻ m ഈക്വൽ ടു n of e പ്ലസ് n of m മൈനസ് n of e ഇന്റർസെക്ഷൻ m. n of e യൂണിയൻ m തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 300 ഈക്വൽ ടു n of e എത്രയാണ്? 200 പ്ലസ് n of m ആണെങ്കിലോ 150
മൈനസ് ഇത് നമുക്ക് അറിയില്ല രണ്ട് സംസാരിക്കുന്നത് എത്ര പേരെന്ന്, രണ്ട് ലാംഗ്വേജ് സംസാരിക്കുന്നവർ എത്ര പേരെന്ന്. അപ്പൊ അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എമ്മിനെ ഇപ്പുറത്ത് കൊണ്ടുവരാം. മൈനസ് പ്ലസ് ആവും. എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എം ഈക്വൽ ടു 200 പ്ലസ് 150. 300 അപ്പുറത്ത് കൊണ്ടുപോവാം. മൈനസ് എത്ര വരും? 300. ഇങ്ങനെ എഴുതാം. 200 പ്ലസ് 150 350. 350 മൈനസ് 300 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണ്. മനസ്സിലായോ? നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയി ഹൗ മെനി മെമ്പേഴ്സ് ക്യാൻ സ്പീക്ക് ബോത്ത് ലാംഗ്വേജസ്. രണ്ട് ലാംഗ്വേജസ് സംസാരിക്കുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് എത്രയാണ്? 50 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇൻഡിക്കേറ്റ് ദി ആൻസർ യൂസിങ് വെൻ ഡയഗ്രാം. ഈ ആൻസറിനെ നമ്മൾ എന്തിലായിട്ട് വെൻ ഡയഗ്രാംസിൽ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് വെൻ ഡയഗ്രാം വരയ്ക്കാം. വെൻ ഡയഗ്രാം എങ്ങനെയാണ്? റെക്ടാങ്കിൾ വരച്ചതിന് ശേഷം 2 സർക്കിൾ ഇടുക അല്ലെ? 2 സർക്കിൾ അല്ലേ ഇടേണ്ടത്? കാരണം ഇംഗ്ലീഷ് സംസാരിക്കുന്നത് മലയാളം സംസാരിക്കുന്നത് അല്ലേ? അപ്പൊ 2 സർക്കിൾ ആണ് വേണ്ടത്. ഇപ്പൊ 2 സർക്കിൾ ഇട്ടു അല്ലെ? 2 സർക്കിൾ ഇട്ടു. ഇനി നമുക്ക് ഇതിനെ ഡിനോട്ട് ചെയ്യാം. ഇത് യു അല്ലെ? യൂണിവേഴ്സൽ സെറ്റ്. ഇത് ഇ, ഇത് എം. ഇംഗ്ലീഷ് സംസാരിക്കുന്നത് മലയാളം സംസാരിക്കുന്നത് രണ്ടും സംസാരിക്കുന്ന എത്ര പേരുണ്ട് നമ്മൾ കണ്ടുപിടിച്ചല്ലോ? 50 അല്ലേ? അപ്പൊ അത് ഇത് മിഡിൽ എഴുതാം. കാരണം രണ്ടും സംസാരിക്കുന്നതല്ലേ. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എത്രയാണ്? 200. 200ൽ നമ്മൾ ഈ 15 കൂടെ ഉൾപ്പെടും അല്ലെ? അപ്പൊ ഇതിൽ എത്ര എഴുതാൻ പറ്റുള്ളൂ? 150 എഴുതാൻ പാടുള്ളൂ. 150 പ്ലസ് 50 എത്രയാണ്? 200 കിട്ടുന്നുണ്ടല്ലോ. അപ്പോ ഇനി അടുത്ത് മലയാളം സംസാരിക്കുന്ന എത്ര പേരാണ് പറഞ്ഞിട്ടുള്ളത്? 150 അല്ലേ? 150ൽ നമുക്ക് എത്ര എഴുതാം? 100 എഴുതാം. 100 പ്ലസ് 50 എന്ത് കിട്ടും? 150 കിട്ടുമല്ലോ. അതായത് ഈ 50യിലുള്ളത് മലയാളം സംസാരിക്കുന്നവരും ഉണ്ടല്ലോ. അപ്പോ 100 പ്ലസ് 50 എന്ന് പറയുന്നത് 150 കിട്ടും. മനസ്സിലായോ വെൻ ഡയഗ്രാം വരച്ചത്? അപ്പോ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സ്കൂൾ there are 20 teachers who teach mathematics or physics. Of these 12 teachers teach mathematics and 4 teachers teach both physics and mathematics. How many of these teachers teach physics? അതായത് ഒരു സ്കൂളില് 20 ടീച്ചേഴ്സ് മാത്സും ഫിസിക്സും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഓരോന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് അതെന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് യൂണിയൻ ആണ്. അതായത് ഇപ്പൊ ഇവിടെ മാത്സും ഫിസിക്സും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എത്ര പേരുണ്ട്? 20 ഉണ്ട്. അപ്പൊ നമുക്ക് എമ്മും പിയും എടുക്കാം, ഫിസിക്സും മാത്സും. അപ്പോൾ തന്നിട്ടുള്ളത് എടുത്തെഴുതാം. എൻ ഓഫ് എം യൂണിയൻ പി ഈക്വൽ ടു എത്രയാണ്? 20 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതായത് there are 20 teachers who teach mathematics or physics. Of these 12 teachers teach mathematics. ഇതില് ഈ 12 ടീച്ചർ എന്താണ്? മാത്സ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പൊ എൻ ഓഫ് എം എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. And 4 teachers teach both physics and mathematics. And വന്നു കഴിഞ്ഞാൽ അത് ഡിനോട്ട് ചെയ്യുന്നത് ഇന്റർസെക്ഷൻ ആണ്. അപ്പോ 4 ടീച്ചേഴ്സ് ടീച്ച് 4 ടീച്ചേഴ്സ് രണ്ടും പഠിപ്പിക്കുന്നവരുണ്ട്, ഫിസിക്സും മാത്സും പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പൊ എൻ ഓഫ് എം ഇന്റർസെക്ഷൻ പി എന്ന് പറയുന്നത് 4 ആണ്. മനസ്സിലായോ? ഇത്രയും ക്വസ്റ്റ്യൻ എഴുതിയത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഹൗ മെനി ഓഫ് ദീസ് ടീച്ചേഴ്സ് ടീച്ച് ഫിസിക്സ്. എത്ര ടീച്ചേഴ്സ് ആണ് ഫിസിക്സ് പഠിപ്പിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ ഓഫ് പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ ക്വസ്റ്റ്യൻ നമുക്കിനി ചെയ്ത് നോക്കാം. നമുക്ക് അറിയാവുന്ന ഫോർമുല ഏതാണ്? എൻ ഓഫ് എം യൂണിയൻ പി ഈക്വൽ ടു എൻ ഓഫ് എം പ്ലസ് എൻ ഓഫ് പി മൈനസ് എൻ ഓഫ് എം ഇന്റർസെക്ഷൻ പി. എൻ ഓഫ് എം യൂണിയൻ പി തന്നിട്ടുണ്ടല്ലോ, 20 അല്ലേ? 20 ഈക്വൽ ടു എൻ ഓഫ് എം എത്രയാണ്? 12 പ്ലസ് എൻ ഓഫ് പി നമുക്ക് അറിയില്ല, അതവിടെ അതുപോലെ ഇട്ടാൽ മതി, മൈനസ് എൻ ഓഫ് എം ഇന്റർസെക്ഷൻ പി എത്രയാണ്? 4 ആണ്. നമുക്ക് കാണേണ്ടത് എൻ ഓഫ് പി ആണ്. എൻ ഓഫ് പി മാത്രം അവിടെ ഇട്ടിരുന്നാൽ മതി. എൻ ഓഫ് പി ഈക്വൽ ടു 20 അതുപോലെ എഴുതുക. 12 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 12 ആവും. -4 ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും? +4 വരും. അപ്പോ എന്ത് വരും? 20 + 4 24 - 12 ഈക്വൽ ടു എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. അപ്പോ ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എത്രയാണ്? 12. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 70 people, 37 like coffee, 52 like tea, and each person like at least of the
2 drinks, how many people like both coffee and tea? അപ്പൊ എത്ര പീപ്പിൾ ഉണ്ട്? 70 പീപ്പിൾ ഉണ്ട്. ഇവിടെ ടീയും കോഫിയുമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? തന്നിരിക്കുന്ന പീപ്പിൾ എത്ര പീപ്പിൾ ഉണ്ട്? 70. അതെന്ന് പറയുന്നത് എന്താണ്? യൂണിയൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ n of C യൂണിയൻ T ഈക്വൽ ടു 70. അടുത്ത് 37 ലൈക്ക് കോഫി. കോഫി ഇഷ്ടപ്പെടുന്നവർ എത്ര പേരാണ്? 37. അപ്പോൾ n of C ഈക്വൽ ടു 37. 52 ലൈക്ക് ടീ. ടീ ഇഷ്ടപ്പെടുന്നവർ എത്ര പേരാണ്? 52. അപ്പോൾ n of T ഈക്വൽ ടു 52. ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി പീപ്പിൾ ലൈക്ക് ബോത്ത് കോഫി ആൻഡ് ടീ. എത്ര പേരാണ് രണ്ടും ഇഷ്ടപ്പെടുന്നത്? കോഫിയും ടീയും ഇഷ്ടപ്പെടുന്നവർ എത്ര പേരെന്നാണ്. അപ്പോൾ ഈ ഇന്റർസെക്ഷൻ അല്ലേ? n of C ഇന്റർസെക്ഷൻ T ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഫോർമുല n of C യൂണിയൻ T എന്ന് പറയുന്നത് n of C പ്ലസ് n of T മൈനസ് n of C ഇന്റർസെക്ഷൻ T. നമുക്ക് തന്നിട്ടുള്ളത് അതുപോലെ എഴുതാം. n of C യൂണിയൻ T എത്രയുണ്ട്? 70 ഈക്വൽ ടു n of C ആണെങ്കിലോ 37 പ്ലസ് n of T ആണെങ്കിലോ 52 അല്ലേ? 52 മൈനസ് n of C ഇന്റർസെക്ഷൻ നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ എഴുതുക n of C ഇന്റർസെക്ഷൻ T. നമുക്ക് n of C ഇന്റർസെക്ഷൻ T ഇപ്പുറത്ത് കൊണ്ടുവരാം. n of C ഇന്റർസെക്ഷൻ T മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും. ഈ 37 പ്ലസ് 52 നമുക്ക് അതുപോലെ എഴുതാം. 37 പ്ലസ് 52. ഈ 70 ഇപ്പുറത്ത് കൊണ്ടുവരാം. മൈനസ് 70. അപ്പൊ എത്ര കിട്ടും ആൻസർ? എത്ര വരും? 7 പ്ലസ് 2 9, 3 പ്ലസ് 5 89 മൈനസ് 70. എന്ത് കിട്ടും ആൻസർ? 90. മനസ്സിലായോ ഈ ക്വസ്റ്റ്യൻസ്? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇതുവരെയും ചെയ്തു പോയത്. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ എല്ലാ ഭാഗത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗവും പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ബാക്കി അടുത്ത ചാപ്റ്ററുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.